Welcome all. Polytechnic Electronics Engineering ബ്രാഞ്ചിൻ്റെ സെമസ്റ്റർ 4 പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4ൻ്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സി പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ സെൻഡ് ഇൻ ടു എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് വേണം ഫാക്ടോറിയൽ കാണാൻ വേണ്ടിയിട്ട്. Then compare all call by value and call by reference method നമുക്ക് കമ്പയർ ചെയ്യാനായിട്ടുണ്ട്. Then write a C function to determine whether year entered by user is a leap year or not. So അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതണം. Then explain how to pass one dimensional array to a called function with example. ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് എങ്ങനെ വൺ ഡയമെൻഷണൽ അറേ പാസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഓൾസോ വി നീഡ് ടു ബി റിട്ടേൺ ആസ് ആൻ എസ്സേ. Then we will discuss each one in detail. First we will discuss program to find the factorial of a number using function. ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ നമുക്ക് കാണാമെന്നുള്ള ക്വസ്റ്റ്യനാണ് ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സോ ഫാക്ടോറിയൽ ഈസ് ദ ഫംഗ്ഷൻ വി ഹാവ് റിട്ടൺ ഓവർ ഹിയർ. സോ അത് ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗ്ലോബലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോക്കലി മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലും ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ നമ്മുടെ നമ്പറിനെ ഇൻപുട്ട് മേടിക്കുവാണ്. ഫാക്ടോറിയൽ കാണേണ്ട നമ്പറിനെ ഇൻപുട്ട് മേടിച്ചു. സോ എന്നിലേക്ക് ആ നമ്പർ റിസീവ് ചെയ്തു. ദെൻ ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി നമ്മൾ ഇവിടെ പ്രിൻ്റ് ഫംഗ്ഷനകത്താണ് ഞാൻ ഫാക്ടോറിയൽ കോൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെയും കോൾ ചെയ്യാം. എന്നിട്ട് എൻ്റെ ആൻസർ ഒരു വേരിയബിളിലേക്ക് റിഗറ്റ് ചെയ്യുന്ന രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് ഫംഗ്ഷനകത്ത് കോൾ ചെയ്താലും മതി. കോൾ ചെയ്യുമ്പം ഈ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യമേ എന്താ സംഭവിക്കും, ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കോൾ പോകും. അതിൻ്റെ റിസൾട്ട് കൊണ്ട് തിരിച്ച് ഇത് എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ട് കൊണ്ട് തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് ഫാക്ടോറിയൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ കൺട്രോൾ വിൽ ഗോ ടു ദ ഫാക്ടോറിയൽ ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷനിലേക്ക് എത്തി നമ്മുടെ നമ്പർ ഇൻപുട്ട് നമ്പർ അസ്യൂം ഇറ്റ് ഇസ് 5 ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇവിടെ വർക്ക് ചെയ്യും. സോ വാട്ട് ഹാപ്പൻ, ഫസ്റ്റ് എഫ് എന്ന് പറഞ്ഞ വേരിയബിളിനെ 1 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എഫ് ഈസ് ഇനീഷ്യലൈസ് ടു 1 ഇനീഷ്യലി. ദെൻ ഇവിടെ ചെക്ക് ചെയ്യാണ് ലൂപ്പിനകത്ത് കയറിയിട്ട് വൈൽ n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, n ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. n becomes 0 the loop will എക്സിറ്റ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കുമാണ് എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 5 ആണ്. സോ എന്നിൻ്റെ വാല്യൂ 5 ആണ് ഇപ്പോൾ കറൻ്റ്ലി. അപ്പോൾ സോ എന്താ നമ്മുടെ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. എഫിൻ്റെ വാല്യൂ ഇനീഷ്യലി 1 ആണ്. സോ എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 × 5. സോ എഫിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. എന്തെന്നാണ് 1 × 5 എന്ന് പറയുമ്പോഴത്തേക്കും 5 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ n മൈനസ് ചെയ്യുമ്പോഴത്തേക്കും n becomes 4, n 4 ആയി. ഓക്കെ, n becomes 4. Then again what happens, while loopil vannu n ന്റെ value greater than 0 ആണ്. So f equal to f into n. f is now 5. So 5 into 4. So 5 into 4 becomes what, 20. Okay, sorry, 5 into 4 is 20. Okay, then again n will be decremented. n becomes 3. Okay, n becomes 3. So again in condition is true, again get into the loop. So f becomes 20 into 3. 20 into 3 means 60. 20 into 3 means 60. So n is again decremented 2 out. Again the condition will be checked and it is true. Again it into the loop. So f equal to f into n means 60 into 2. 60 into 2 means 120. Okay, 120i. Then again the n value will be decremented by 1. Okay, then 1i. So again the condition will be checked. n greater than 0 ആണ്. പിന്നെ f equal to f into n ചെയ്യും. So 120 into 1. So 120 itself. Okay, again what happens, n will be decremented and n becomes 0. And when we check the condition is not true, it is false. So n is not greater than 0, n is equal to 0 ആണ്. So what happens, the loop will be exit. സോ ഈ സ്റ്റെപ്പിലേക്ക് വരുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റിട്ടേൺ എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫിൻ്റെ വാല്യൂ ഇപ്പോൾ 120 ആണ്. ദാറ്റ് വിൽ ബി റിട്ടേൺഡ് ടു ദിസ് പോസ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ ലൊക്കേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി പ്രിൻറ്റഡ് ഓവർ ഹിയർ. ഓക്കെ, 120 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. എൻ്റർ എ നമ്പർ 5 എൻ്റർ ചെയ്തു. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120 എന്ന് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫംഗ്ഷൻ. Next question, call by value and call by reference method.
So in call by value method, original value is not modified. Original value modify ചെയ്യുന്നില്ല. നമ്മളവിടെ ഒരു കോപ്പിയാണ് നമ്മുടെ ആ വേരിയബിളിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മുടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. കോൾ ബൈ വാല്യൂ കോൾ ബൈ റെഫറൻസും ഫംഗ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. സോ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നും പറയാറുണ്ട്. സോ ദാറ്റ് മീൻസ് ദാറ്റ് ഇൻ ദാറ്റ് മെത്തേഡ് വി വിൽ പാസ് ദ കോപ്പി ഓഫ് ദ വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂവിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറിജിനൽ വാല്യൂവിനെ മോഡിഫൈ ചെയ്യത്തില്ല. കോപ്പിയിൽ മോഡിഫിക്കേഷൻ വരുത്തിയാലും ഇറ്റ് വോണ്ട് അഫക്റ്റ് ദ ഒറിജിനൽ വാല്യൂ. ഓക്കെ. സോ ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൾ ബൈ റെഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റെഫറൻസ് മെത്തേഡിനകത്ത് ഒറിജിനൽ വാല്യൂ ഈസ് മോഡിഫൈഡ്. ഒറിജിനൽ വാല്യൂ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഒറിജിനൽ വാല്യൂവിനെ തന്നെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ്, അഡ്രസ്സ് പാസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേന് റെഫറൻസ് പാസ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ചേഞ്ച് വരുത്തിയാലും അത് ഒറിജിനൽ വാല്യൂവിനെ റിഫ്ലക്റ്റ് ചെയ്യും. Okay, so original value is also get modified. So that is called by reference. So in call by value, copy of the variable is passed, as I told earlier, whereas in call by reference, the variable itself is passed. Variable itself എന്ന് പറയുമ്പോൾ ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളോട് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വേരിയബിളിനെ തന്നെ നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് in call by reference. Then in call by value, actual and formal arguments will be created in different memory locations. So actual and formal arguments എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷൻ കോളിലും ഫംഗ്ഷൻ ഡെഫിനേഷനിലും ഉള്ള ആർഗ്യുമെന്റ്സ് ആണ്. അത് രണ്ട് ഡിഫറെൻറ്റ് ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് കോൾ ബൈ വാല്യൂവിൽ. സോ രണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒന്നിനെ ചേഞ്ച് വരുത്തിയാലും മറ്റതിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കോപ്പിയാണ്. ഓക്കെ, കോപ്പിയാണ് രണ്ടും. സോ അതുകൊണ്ട് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും കോൾ ബൈ വാല്യൂവിൻ്റെ കേസിൽ ആ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ ഫോർമൽ പാരാമീറ്ററും ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം മെമ്മറി ലൊക്കേഷനിലായിരിക്കും. സെയിം മെമ്മറി ലൊക്കേഷനിലുള്ള സംഭവം തന്നെയാണ് ആക്ച്വൽ പാരാമീറ്ററായിട്ട് ഫോർമൽ പാരാമീറ്ററായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. സോ വാട്ട് എവർ ചേഞ്ച് വി മെയ്ഡ് ഇൻ ദ ഫോർമൽ പാരാമീറ്റർ ദാറ്റ് വിൽ അഫക്റ്റ് ഇൻ ദ ആക്ച്വൽ പാരാമീറ്റർ ഓൾസോ. ആക്ച്വൽ പാരാമീറ്ററിലും ആ ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നു. Then in call by value, variables are passed using a straightforward method. Variables നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. പക്ഷേ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നത് ഒരു അഡ്രസ്സായിട്ടാണ് വാല്യൂ പാസ് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ പാസ് ചെയ്തല്ല, നോർമൽ മെത്തേഡ് അല്ല. സോ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പോയിന്റേഴ്സ് ആർ റിക്വയർഡ് ടു സ്റ്റോർ ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾസ്. പോയിന്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അത് അഡ്രസ്സ് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആംപർസെന്റ് യൂസ് ചെയ്ത് അഡ്രസ്സ് പാസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അഡ്രസ്സിനകത്തുള്ള വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് പോയിന്റേഴ്സ്. പോയിന്റേഴ്സിൻ്റെ ഹെൽപ്പ് വേണം. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് in the previous module. So here pointers are required to store the address of variables in the case of call by reference. Then we will see an example for each one. So call by value ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. So call by വാല്യൂവിനകത്ത് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഇനീഷ്യലി നമുക്ക് ഒരു വേരിയബിൾ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. സോ എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ initialized as 10 and we have one method increment എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉണ്ട്. ആൻഡ് ബിഫോർ കോളിംഗ് ദാറ്റ് ഫംഗ്ഷൻ നമ്മുടെ വാല്യൂ എത്രയാണെന്ന് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഔട്ട്പുട്ട് ടു. നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഇവിടെ കാണാം 10 എന്നുള്ളതാണ് ഇനീഷ്യൽ വാല്യൂ. കാരണം എയുടെ വാല്യൂ 10 ആണല്ലോ. അപ്പം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് എയുടെ വാല്യൂ 10 ആണ്. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ് നമ്മൾ. ഫംഗ്ഷൻ കോൾ ചെയ്യാണ് ഇവിടെ. ഓക്കെ, എ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻക്രിമെൻറ്റ് എ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. സോ കൺട്രോൾ ഇങ്ങോട്ട് വരും. എക്സിലേക്ക് വരുന്നത് എയുടെ ഒരു കോപ്പിയാണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ 10 ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും എക്സും എയും ഉണ്ടാവുക. ഓക്കെ, ഇവിടുത്തെ എയും ഇവിടുത്തെ എക്സും. ഈവൻ ഇഫ് നമ്മളിവിടെ എ എന്ന് പറഞ്ഞ വേരിയബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ രണ്ട് വേരിയബിളായിരിക്കും. ഈ എ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്തുള്ള വേരിയബിൾ, ഈ എ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനകത്തുള്ള വേരിയബിളും ആയിരിക്കും. ഓക്കെ, രണ്ട് വേരിയബിൾ അല്ല, സെയിം ഒരേ നെയിമിൽ തന്നെ രണ്ട് വേരിയബിൾ കൊടുത്താലും ഇറ്റ് വോണ്ട് ഷെയർ ദ സെയിം മെമ്മറി ലൊക്കേഷൻ. ഇറ്റ് യൂസസ് ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷൻസ്. സോ ഇവിടെ എക്സിന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സിൻ്റെ വാല്യൂ 11 ആയി. പക്ഷേ എൻ്റെ വാല്യൂ അവിടെ ചേഞ്ച് വന്നിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ കോപ്പിയാണ് പാസ് ചെയ്തിരിക്കുന്ന വാല്യൂ. ഓക്കെ, സോ ഇവിടെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? 10 + 1 11 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. കണ്ടോ, വാല്യൂ ഈസ് 11 എന്ന് പ്രിന്റ് ചെയ്തു. ഇത് തിരിച്ച് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫംഗ്ഷൻ കോളിൽ നമ്മൾ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സെയിം വാല്യൂ തന്നെ, പഴയ വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യുള്ളൂ. കാരണം എയുടെ വാല്യൂ മാറിയിട്ടില്ല. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വേറെയാണ്. കാരണം നമ്മൾ കോൾ ബൈ വാല്യൂ ആണ് ചെയ്തത്. കോൾ ബൈ വാല്യൂ ആകുമ്പോഴത്തേക്കും പാസ് ചെയ്യുന്നത് ഒറിജിനൽ വാല്യൂൻ്റെ കോപ്പിയാണ്. അതുകൊണ്ട് വ്യത്യാസം വരത്തില്ല. സോ യു ക്യാൻ സീ ആഫ്റ്റർ ഫംഗ്ഷൻ കോളിംഗ് 10 തന്നെയായിരിക്കും വാല്യൂ വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂ. ഇനി കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പോലെ തന്നെ എൻ്റെ വാല്യൂ 10 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ബിഫോർ കോൾ വാല്യൂ ഓഫ് എ നമ്മൾ പ്രിന്റ് ചെയ്യുവാണ്. എൻ്റെ വാല്യൂ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്? 10 ആയിരിക്കും. ഓഫ് കോഴ്സ് 10 ആയിരിക്കും. സോ അതാണ് 10 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്.
ഇനി ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ എൻ്റെ വാല്യൂ കോൾ ചെയ്യുന്നു. സോ നമ്മളിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വിട്ടുപോയി. സോ യു ഹാവ് ടു ഇൻക്ലൂഡ് വൺ മോർ സ്റ്റേറ്റ്മെൻറ്റ് ഓവർ ഹിയർ, ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ഓവർ ഹിയർ. In between these two printf statement, you have to add this particular statement, that is increment of a എന്ന് പറഞ്ഞ് കോൾ ചെയ്യണം. ഓക്കെ, സോ ഇൻക്രിമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, ദിസ് പർട്ടിക്കുലർ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. ഓക്കെ, എ വിൽ ബി പാസ്, എയുടെ വാല്യൂ ആയിരിക്കും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ ഇൻക്രിമെൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞല്ല, എ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലായിരിക്കും കോൾ ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ സം മിസ്റ്റേക്ക്. സോ വി വിൽ പാസ് ദ അഡ്രസ് ഓവർ ഹിയർ. സോ ആംപ്രസൻറ്റ് എ എന്ന് പറഞ്ഞ അഡ്രസ്സ് ആയിരിക്കും, നമ്മൾ എയുടെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് കേസ് വി വിൽ പാസ്, ഇവിടെ നമ്മൾ പാസ് ചെയ്തത് ആ വേരിയബിൾ തന്നെയാണ്. ആ വേരിയബിളിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു കോപ്പിയാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് ആ വേരിയബിൾ ഇറ്റ്സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് പാസ് ചെയ്താൽ ആ വേരിയബിൾ ഇറ്റ്സെൽഫ് നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. സോ ആംപ്രസൻറ്റ് എ എന്ന് പറഞ്ഞായിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ഓഫ് ആംപ്രസൻറ്റ് എ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആംപ്രസൻറ്റ് എ. ഓക്കെ, ആൻഡ് when it comes to this particular function, ഇവിടെ നമ്മൾ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു യൂസ് എ പോയിന്റർ വേരിയബിൾ. നിങ്ങൾ ഒരു പോയിന്റർ വേരിയബിൾ അവിടെ യൂസ് ചെയ്യുന്നത്, ഇൻ്റെ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ യു ഹാവ് ടു യൂസ്. പോയിന്റർ വേരിയബിളാണ് നമുക്ക് അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പോയിന്റർ വേരിയബിൾ വിൽ ഹോൾഡ് ദ അഡ്രസ്. സോ ഇവിടുന്ന് വരുന്ന എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ് ആണ്. സോ ദാറ്റ് വിൽ ഹോൾഡ് ഇൻ ദിസ് പർട്ടിക്കുലർ പോയിന്റർ വേരിയബിൾ. സോ പോയിന്റർ വേരിയബിൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർ എക്സ്, നമ്മൾ എക്സിനകത്ത് നമ്മുടെ അഡ്രസ്സ് ഉണ്ടാകും. സ്റ്റാർ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. സോ മെമ്മറിയിലെ സെയിം ലൊക്കേഷൻ ആയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അഡ്രസ്സ് ആയതുകൊണ്ട് അഡ്രസ്സ് ഇപ്പോൾ 100 ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്ത് വരുന്ന അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ആംപ്രസൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് വരുന്ന അഡ്രസ്സ് 100 ആണെങ്കിൽ 100 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ 10 എന്ന് പറഞ്ഞ വാല്യൂ കിടക്കുന്നതെന്ന് വിചാരിക്കുക. സോ ആ സെയിം ലൊക്കേഷൻ തന്നെയായിരിക്കും നമുക്കിവിടെ എക്സലും കിട്ടുന്നത്. സോ 100 എന്ന് പറഞ്ഞ അഡ്രസ്സിലുള്ള വാല്യൂവിന് കിട്ടാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു യൂസ് ഹിയർ സ്റ്റാർ എക്സ് എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ എക്സ് പ്ലസ് 1. സോ സ്റ്റാർ എക്സ് ഈക്വൽ ടു സ്റ്റാർ എക്സ് പ്ലസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും ഈ 100 ലൊക്കേഷനിലുള്ള 10 എന്ന് പറഞ്ഞ വാല്യൂവിലാണ് ചേഞ്ച് വരുന്നത്. സോ ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് 11 ആയിട്ട് അപ്ഡേറ്റ് ആവും. So when we access the same function over here, ഇവിടെ മെയിൻ ഈ കോൾ ബൈ റെഫറൻസിൽ നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, കോൾ ബൈ റെഫറൻസിൽ നമ്മൾ തിരിച്ച് ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ആഫ്റ്റർ കോൾ വാല്യൂ ഓഫ് എ ആക്സസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, എൻ്റെ വാല്യൂ മാറിയിട്ടുണ്ട്, 11 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും നമുക്ക് പ്രിന്റ് ചെയ്യുന്നത് 11 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് 11 ആയിരിക്കും. സോ ഇവിടെ യു ക്യാൻ സി ആഫ്റ്റർ കോൾ വാല്യൂ ഓഫ് എ എന്ന് പറയുന്നത് 11 ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വന്ന മിസ്റ്റേക്ക്, നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ കോൾ എഴുതിയിട്ടില്ലായിരുന്നു. യു ക്യാൻ ആഡ് ദാറ്റ് ഫംഗ്ഷൻ കോൾ ഇൻക്രിമെൻറ്റ് ഓഫ് ആംപർസെൻ്റ് എന്ന് കൊടുക്കണം. ആംപർസെൻ്റ് കൊടുക്കാനുള്ള കാരണം നമ്മൾ അഡ്രസ്സാണ് ഇവിടെ പാസ് ചെയ്യുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒറിജിനൽ വാല്യൂ നമുക്ക് തന്നെ ഫംഗ്ഷൻ കോളിലേക്ക് ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഫംഗ്ഷൻ ഡെഫിനേഷനിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോർമൽ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്യണം. സോ പോയിന്റർ വേരിയബിൾ വെച്ചിട്ട് വേണം പിന്നെ ആ വേരിയബിളിനെ നമ്മൾ ആ വാല്യൂവിനെ നമ്മളിവിടെ ആക്സസ് ചെയ്യാനായിട്ട്, എന്നാൽ മാത്രമേ ഒറിജിനൽ വാല്യൂ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. കോൾ ബൈ റെഫറൻസ്, that is called by reference. Next is write a C function to find the entered year is leap year or not. So leap year ആണോ അല്ലയോ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് you can use the already we have discussed in the first module, I think same program but without function ആണ് പറഞ്ഞത്. Here we are using a function. Okay, so നമ്മളിവിടെ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് തന്നെ അപ്പോൾ ഇവിടെ പറഞ്ഞ ലോജിക്ക് ഇങ്ങനെയായിരുന്നു. 400 വെച്ച് ഫസ്റ്റ് വി ഹാവ് ടു ഡിവൈഡ്. 400 ഡിവിസിബിൾ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക്, ഡിവിസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 400 വി ഹാവ് ടു ചെക്ക് വിത്ത് 100 വെച്ച് ചെക്ക് ചെയ്യണം. 100 വെച്ച് ചെക്ക് ചെയ്യുമ്പം ഡിവിസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ അല്ല. ഓക്കെ, സോ ഇവിടെ ലീപ്പ് ഇയർ ആണെന്ന് കാണിക്കുമ്പം ലീപ്പ് ഇയർ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ലീപ്പ് ഇയർ അല്ല എന്നുണ്ടെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ഓക്കെ, ആ രീതിയിലാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ലീപ്പ് ഇയർ ഫംഗ്ഷൻ. ലീപ്പ് ഇയർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ലീപ്പ് എന്നും പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. സോ അതിൽ ഇയർ പാസ് ചെയ്ത് വന്നിട്ടുണ്ട് പാരാമീറ്റർ ആയിട്ട്. അതിനകത്ത് നമ്മൾ ആദ്യമേ 400 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നോക്കി, ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നുള്ള രീതിയിൽ റിട്ടേൺ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുവാണ് മെയിൻ ഫംഗ്ഷനിലേക്ക്. ഇഫ് അല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ വി വിൽ ചെക്ക് വിത്ത് വെദർ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 100 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല, അപ്പോൾ 0 റിട്ടേൺ ചെയ്തു. അത് 100 ആയിട്ട് ഡിവിസിബിൾ അല്ല എങ്കിൽ 100 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ ലീപ്പ് ഇയർ അല്ല, വി ഹാവ് റിട്ടേൺ ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട്
divisible by 100, again we will check with whether it is divisible by 4. 4 വെച്ച് divisible ആണോ എന്ന് നോക്കി. 4 വെച്ച് divisible ആണെങ്കിൽ we return it is a leap year. Return 1 ചെയ്തു. If it is not, we will return 0. That is not a leap year. This is the function. ഈ ഫംഗ്ഷൻ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. അതെങ്ങനെയാണെന്ന് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ, കട്ട് ഔട്ട് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ആ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. ഇങ്ങനെ മൂന്നായിട്ട് എഴുതാതെ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ദെൻ ഇയർ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് മേടിച്ചു. എന്നിട്ട് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ്. ലീപ്പ് ഓഫ് ഇയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഈ ലീപ്പ് ഓഫ് ഇയർ. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനനുസരിച്ചായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് റിട്ടേൺസ് 1, ട്രൂ പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇഫ് ഇറ്റ് ഈസ് റിട്ടേൺസ് 0, ഫോൾസ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 1 ആണെങ്കിൽ, ട്രൂ അല്ലെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് ഫോൾസ് ഓർ ഇഫ് ഇറ്റ് റിട്ടേൺസ് 0, then else part will be executed. So not a leap year എന്നുള്ള മെസ്സേജ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതിൻ്റെ ഔട്ട്പുട്ട്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് കേസിൽ ഞാൻ കൊടുക്കുന്ന 1800 എന്ന് പറയുന്ന ഇയർ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, you can go through this function. 1800 ആവും. 1800 മോഡുലസ് 400 ചെയ്യുമ്പോഴത്തേക്കും it is not divisible, not equal to 0 ആണ്. അതായത് ഡിവിസിബിൾ അല്ല. 1800 is not divisible. Then comes to the LCF-ലേക്ക് വരും. ഇയർ മോഡുലസ് 100 ആണോ? 100 അതെ, അതായത് 100 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പം ഡിവിസിബിൾ ആണെങ്കിൽ അതിനർത്ഥം എന്താ? റിട്ടേൺ 0 റിട്ടേൺ ചെയ്യും. സോ വാട്ട് ഹാപ്പൻ, ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പ്രിന്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഓവർ ഹിയർ. ഓക്കെ, നെക്സ്റ്റ് കേസ് നോക്കാം. 2028 ആണ് ഇൻപുട്ട് കൊടുത്തത്. 2028 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 400 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. ഓക്കെ, അടുത്തത് 100 വെച്ച് ഡിവിസിബിൾ ആണോ? അതുമല്ല. പിന്നെ 400 വെച്ച് ഡിവിസിബിൾ ആണോ? 4 വെച്ച് ഡിവിസിബിൾ ആണോ? സോ 2028 ഡിവിസിബിൾ ബൈ 4 ആണ്. 4 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, 57 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 57. സോ ക്വോഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. സോ റിട്ടേൺ 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ എന്ന് കൊണ്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു കേസ് നോക്കാം. 2030 എന്ന് കൊടുത്തു. 2030 എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? 2030 400 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. 100 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. 4 വെച്ച് ഡിവിസിബിൾ ആണോ? 4 വെച്ച് ഡിവിസിബിൾ അല്ല. 2028 ആണ് ഡിവിസിബിൾ. 2030 ഡിവിസിബിൾ അല്ല. അപ്പം എൽസ് പാർട്ടിൽ എന്താണ്? റിട്ടേൺ 0. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോട്ട് എ ലീപ്പ് ഇയർ. സോ ഫോൾസ് പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് നോട്ട് എ ലീപ്പ് ഇയർ എന്ന് പ്രിന്റ് ചെയ്തു. വി വിൽ സീ ദ ഫോർത്ത് കേസ് ഓൾസോ. എൻ്റെ ഇയർ 1600 എൻ്റർ ചെയ്തു. സോ 1600 എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? 400 വെച്ച് ഡിവിസിബിൾ ആണോ? 400 വെച്ച് ഡിവിസിബിൾ ആണ്. 1600 is divisible by 400. So it return 1. That means what? It is a leap year. അപ്പോൾ ഈ എല്ലാ ഓപ്ഷൻസും നമ്മളിപ്പോൾ കണ്ടു. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്, അതുപോലെ ഫോർത്തിൽ വരുന്ന കേസ്. Okay, so this is the apt explanation for leap year. Those who didn't get the idea in the previous videos, you can, I hope you got the idea in this video. So this is another way to represent the same program. ഈ പ്രോഗ്രാം തന്നെ നമ്മൾ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഞാൻ ഒന്നിച്ച് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വെച്ച് ഒന്നിച്ച് എഴുതാമെന്ന് പറഞ്ഞു. ദിസ് ഈസ് ഹൗ വി റോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇഫ് ഇയർ ഈസ് ഡിവിസിബിൾ ബൈ 400 ആണെന്ന് നോക്കും. അതുപോലെ തന്നെ ഡിവിസിബിൾ ബൈ 4 ആണെന്ന് നോക്കും. അപ്പം ലീപ്പ് ഇയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 400 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം, 4 വെച്ച് ഡിവിസിബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ 400 വെച്ച് ഡിവിസിബിൾ ആവാൻ പാടില്ല. അല്ലേ? 100 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല എന്നാണ്. അപ്പോൾ 100 വെച്ച് ഡിവിസിബിൾ ആവാൻ പാടില്ല. സോ യു ഹാവ് ടു ചെക്ക് ലൈക്ക് ദിസ്. 400 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം, ഓർ 4 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. ഓക്കെ, യു ഹാവ് ടു യൂസ് ദ ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ ഹിയർ. ദെൻ you have to check and 100 വെച്ച് ഡിവിസിബിൾ അല്ല എന്ന് ഉറപ്പുവരുത്തണം. സോ ഹിയർ യു ഹാവ് ടു യൂസ് ലോജിക്കൽ ആൻഡ്. ഓക്കെ, ലോജിക്കൽ ആൻഡ് യൂസ് ചെയ്ത് 100 വെച്ച് ഡിവിസിബിൾ ആവാൻ പാടില്ല. ഓക്കെ, സോ ഹിയർ യു ഹാവ് ടു യൂസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ. ഇവിടെ ഇത് ഏതെങ്കിലും ഓൺ ആയാൽ മതി. ഓക്കെ, 400 വെച്ചോ 4 വെച്ചോ ഡിവിസിബിൾ ആയാൽ മതി. ആൻഡ് 100 വെച്ച് ഡിവിസിബിൾ എന്തായാലും ആകാൻ പാടില്ല, നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻഡ് ഓപ്പറേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ 1 അല്ലെങ്കിൽ റിട്ടേൺ 0. ദാറ്റ് മീൻസ് റിട്ടേൺ 1 മീൻസ് ലീപ്പ് ഇയർ ആണ്, റിട്ടേൺ 0 മീൻസ് ലീപ്പ് ഇയർ അല്ല. So for these four cases it will this program also work. Okay.
Next is how to pass one-dimensional array to a called function with example. ഒരു one-dimensional array എങ്ങനെയാണ് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. അത് ഓൾറെഡി പറഞ്ഞു, ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സെയിം തിങ് യു ക്യാൻ സേവ് ഓവർ ഹിയർ ഓൾസോ. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 രീതിയിൽ പറഞ്ഞു. 3 രീതിയിൽ നമുക്ക് ഫോർമൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാമെന്നാണ്. ഒന്ന് പറഞ്ഞത് നമുക്ക് പോയിന്റർ വേരിയബിൾ ആയിട്ട് പാസ് ചെയ്യാം, ലൈക്ക് ദിസ്. And the next thing is we can pass as a sized array, formal parameter as a sized array, then as a unsized array. Okay, ഇതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു, പ്രീവിയസ് കേസിൽ കണ്ട സെയിം എക്സാമ്പിൾ, ആവറേജ് ഓഫ് the elements of an array. Okay, so this is already explained, so I am not explaining once more. You can see that portion. So this is the answer. And moving on to the next question paper. So here, what are user defined and library functions with right example for each. Then write a C program to multiply two numbers using function. And what is a function? Explain the different ways to pass arguments to a function. Write recursive function to find the factorial of a number. First, we will see difference between user-defined and library functions. So, library functions are also known as built-in functions. Okay. So, first difference, these functions are not predefined in the compiler. User-defined and predefined alla. User-defined cheyyana. Okay. So, user another create cheyyunnathu. User create cheyyunnondane user another modify cheyyananulla permission undu. പക്ഷേ ലൈബ്രറി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഈസ് എ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അത് യൂസർ അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസറിന് അത് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഓക്കെ, പിന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് പ്രത്യേക ലൈബ്രറി ഫയൽസ് ഒന്നും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവില്ല. അതിന് പ്രത്യേകം അങ്ങനെ ലൈബ്രറി ഫയൽസ് ഒന്നും ഇല്ല. ലൈബ്രറി ഫയൽസ് ഇൻ ദ സെൻസ് ഹെഡർ ഫയൽസ് ഒക്കെ. ഓക്കെ, പക്ഷേ ലൈബ്രറി ഫംഗ്ഷൻസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെഡർ ഫയൽസ് അല്ലെങ്കിൽ ലൈബ്രറി ഫയൽസ് ഉണ്ട്. എക്സാമ്പിൾ printf, scanf ഇതൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന stdio.s എന്ന് പറഞ്ഞ ഫയലിലാണ്, ആ ലൈബ്രറി ഫയലിലാണ്. സോ അങ്ങനെ ലൈബ്രറി ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യു ഹാവ് ലൈബ്രറി ഫയൽസ്, ബട്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വി ഹാവ് നോ ലൈബ്രറി ഫയൽസ്. ജസ്റ്റ് യൂസർ ഈസ് ഡിഫൈനിങ് ദാറ്റ് പർട്ടിക്കുലർ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ഹിസ് റിക്വയർമെന്റ് ഇൻ their program. Then there is no such kind of requirement to add a particular library. അപ്പോൾ ലൈബ്രറി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല ഇവിടെ നമുക്ക്. പക്ഷേ ലൈബ്രറി ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കിപ്പോൾ സ്കാനഫും പ്രിന്റ്ഫൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ stdio.s എന്ന് പറഞ്ഞ ലൈബ്രറി ആഡ് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈബ്രറി ഫംഗ്ഷൻ്റെ കേസിൽ. പക്ഷേ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ കേസിൽ അങ്ങനെ ലൈബ്രറി ആഡ് ചെയ്ത് നമുക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓക്കെ, ദെൻ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ബിഗിൻസ് ഫ്രം ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നായിരിക്കും എപ്പോഴും ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. That is, best example is the main function. Main function in user programs execution start in the main function is an example for user defined function. User defined function example കാരണം അതിൻ്റെ ബോഡി എഴുതി കൊടുക്കുന്നത് ആരാ? യൂസറാണ്. നമ്മളാണ് അതിൻ്റെ ബോഡി എഴുതി കൊടുക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ നെയിം മാത്രമാണ് ഒരു പ്രീ ഡിഫൈൻഡുള്ളൂ. ഓക്കെ, ആ മെയിൻ എന്ന് പറയുന്ന നെയിം മാത്രമേ പ്രീ ഡിഫൈൻഡുള്ളൂ. അതിൻ്റെ ബോഡി നമ്മളാണ് എഴുതി കൊടുക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പക്ഷേ ലൈബ്രറി ഫംഗ്ഷൻസിൽ നിന്നും ഒരിക്കലും നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുന്നതില്ലാതെ അതിൽ നിന്നല്ലായിരിക്കും ഒരിക്കലും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സാമ്പിൾസ് ഫോർ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. അല്ലാതെ നമ്മൾ എഴുതുന്ന എല്ലാ ഫംഗ്ഷൻസും സമ്മർ, ഫാക്ടോറിയൽ ഇതെല്ലാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ്. ലൈബ്രറി ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ് printf, scanf, സ്ക്വയർ റൂട്ട് കാണാനുള്ള ഫംഗ്ഷൻസ്, ക്യാരക്ടർ ഗെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം ലൈബ്രറി ഫംഗ്ഷൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, then next question is C program to multiply two numbers using function. ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം? എളുപ്പമാണ്. ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് യൂസറിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുന്നു. നമുക്ക് അതിന് വേണ്ടി ഇവിടെ അതിന് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ അതിനുശേഷം രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് വാങ്ങുന്നു. ദെൻ ആ നമ്പേഴ്സിനെ നമ്മൾ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുന്നു. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. മൾട്ടിപ്ലൈ num1, num2. രണ്ട് നമ്പേഴ്സ് നമ്മുടെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിലുള്ള എയിലും ബിയിലും ആ num1ഉം num2ഉം കിട്ടി. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, a ഇൻറ്റു ബി ചെയ്ത് അത് റിട്ടേൺ ചെയ്യുന്നു. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ റിട്ടേൺ a ഇൻറ്റു ബി എന്ന് പറഞ്ഞ് എഴുതി. സോ a ഇൻറ്റു ബി ചെയ്ത് അതിൻ്റെ ആൻസർ റിട്ടേൺ ചെയ്യും. എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? എവിടെ നിന്നാണ് ഫംഗ്ഷനെ കോൾ ചെയ്ത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ വാല്യൂ വിൽ ബി റിട്ടേൺ ടു ദിസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്കായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി പ്രിന്റഡ് ഓവർ ഹിയർ. പ്രൊഡക്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. 5, 4 ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 20 യു വിൽ ഗെറ്റ്. So this is how we will write C program to multiply two numbers using function. Next is, what is function? What are the different ways to pass parameters to a function?
സോ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ, അതുപോലെ തന്നെ പാസ് ബൈ റെഫറൻസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ്, രണ്ട് മെത്തേഡ് പറഞ്ഞു. സോ സെയിം ടു മെത്തേഡ്സ് ആർ ആപ്ലിക്കബിൾ ഹിയർ ഓൾസോ. ഫംഗ്ഷൻ എന്താണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് മോർ അബൌട്ട് ഫംഗ്ഷൻസ്. ദെൻ പാരാമീറ്റേഴ്സ് രണ്ട് രീതിയിൽ പാസ് ചെയ്യാം, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, ഓർ പാസ് ബൈ വാല്യൂ ഓർ പാസ് ബൈ റെഫറൻസ്. ഒന്നില്ല നമ്മൾ വാല്യൂവിൻ്റെ വേരിയബിളിൻ്റെ കോപ്പി ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തേൽ നമ്മൾ ആ വാല്യൂ ഡയറക്റ്റ് ആ വേരിയബിൾ തന്നെയായിരിക്കും പാസ് ചെയ്യുന്നത്. വേരിയബിൾ പാസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു പാസ് ദ അഡ്രസ്, ആൻഡ് ഇൻ ഓർഡർ ടു റിസീവ് ദാറ്റ് വി ഹാവ് ടു യൂസ് ദ പോയിന്റർ വേരിയബിൾ. In the case of pass by reference. But you can go through these statements I have written over here. You can pause and go through the statements. Already we have discussed call by value and call by reference. Same thing is pass by value and pass by reference. Okay. Then അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ സ്വാപ്പിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. രണ്ട് നമ്പർ സ്വാപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി മോർ ക്ലിയർ. നേരത്തെയും എക്സാമ്പിൾ നമ്മൾ നോക്കിയായിരുന്നു. സെയിം രീതിയിൽ തന്നെയാണ് രണ്ടും എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ബട്ട് എക്സാമ്പിളിൻ്റെ കണ്ടന്റ് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്വാപ്പ് ചെയ്യാനുള്ളതെന്ന് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ. സോ രണ്ട് നമ്പർ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ടെമ്പററി വേരിയബിൾ യൂസ് ചെയ്ത് സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുമ്പോഴത്തേക്കും എ ബി എന്ന് പറഞ്ഞ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പാസ്സാവുന്നത് അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും. കോപ്പി ആയതുകൊണ്ട് എക്സിലും വൈയിലും വരുത്തുന്ന ചേഞ്ച് എയിലും ബിയിലും അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ബിഫോർ സ്വാപ്പിംഗ് എന്താണോ എയിലും ബിയിലും വാല്യൂ പ്രിന്റ് ചെയ്തത്, ആഫ്റ്റർ സ്വാപ്പിംഗ് അത് തന്നെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. കാരണം നമ്മൾ ഇവിടെ കോപ്പി പാസ് ചെയ്തുകൊണ്ട് ഇവിടെ എക്സിനും വൈക്കും വരുന്ന മാറ്റം, എക്സിൻ്റെ വൈൻ്റെ വാല്യൂ സ്വാപ്പ് ചെയ്തായിരുന്നു, അതിനകത്ത് വന്ന മാറ്റം നമ്മളുടെ മെയിൻ ഫംഗ്ഷനകത്ത് ഇവിടെ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ. സോ ദ ഔട്ട്പുട്ട് വിൽ ലൈക്ക് ദിസ്. 100ഉം 200ഉം ആണ് നമ്മുടെ എയിൻ്റെയും ബിൻ്റെ വാല്യൂ. സോ ബിഫോർ സ്വാപ്പിംഗ് 100 200 എന്ന് പ്രിന്റ് ചെയ്തു. പക്ഷേ ആഫ്റ്റർ സ്വാപ്പിംഗ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും സെയിം വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ സ്വാപ്പ് ഉള്ളിലേക്ക് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ സ്വാപ്പ് ആയെങ്കിലും ഒറിജിനൽ വേരിയബിളിൻ്റെ വാല്യൂ മാറിയിട്ടില്ല, എയിൻ്റെ ബിൻ്റെ വാല്യൂ മാറിയിട്ടില്ല. സോ എയിൻ്റെ ബിയുടെ വാല്യൂ പഴയത് തന്നെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് പാസ് ബൈ വാല്യൂ. ഇനി പാസ് ബൈ റെഫറൻസ് ആണെങ്കിലോ, ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് അഡ്രസ് ആണ്. സി ദിസ് സ്റ്റേറ്റ്മെന്റ് റെഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ് വന്ന പോർഷൻസ്. ഓക്കെ. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് നോക്കുക, പോയിന്റർ വേരിയബിൾ ആണ് യൂസ് ചെയ്യണം. ഓക്കെ. ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്, അഡ്രസ് പാസ് ചെയ്യാൻ വേണ്ടി ആംപർസൻഡ് സിമ്പൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫംഗ്ഷൻ ഡെഫിനിഷനിലും വി ഹാവ് ടു യൂസ് ദ പോയിന്റർ വേരിയബിൾ ഇൻ ഓർഡർ ടു റിസീവ് ദ അഡ്രസ്. ഓക്കെ. ആ പോയിന്റർ വേരിയബിൾ തന്നെ യൂസ് ചെയ്ത് വേണം നമ്മൾ സ്വാപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വെൻ വി ഡു ദ പ്രോഗ്രാം ലൈക്ക് ദിസ്, ഇവിടെ നമുക്ക് ബിഫോർ സ്വാപ്പ് വാല്യൂ കിട്ടുന്നത് 100 200 ആയിരിക്കും. ആഫ്റ്റർ സ്വാപ്പ് ഒറിജിനൽ വാല്യൂവിൽ വ്യത്യാസം വന്നു. സോ 200 100 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സി ദ ഔട്ട്പുട്ട്. ആദ്യത്തെ 100 200 എന്നായിരുന്നു ഔട്ട്പുട്ട്. പിന്നെ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം വാല്യൂ എന്തായി, 200 100 എന്നായി. ഓക്കെ. വാല്യൂ ഗെറ്റ്സ് ചേഞ്ച്ഡ്. സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ call by value or pass by value and pass by reference. Then next question, write a recursive function to find the factorial of a number. Factorial of a number already നമ്മൾ ഡിസ്കഷൻ്റെ കണ്ടതാണ്. സെയിം തിങ്, സെയിം പ്രോഗ്രാം ആണ് ഹിയർ ഓൾസോ ഗിവൺ. സെയിം എക്സാമ്പിൾ ആൻഡ് സെയിം ഫംഗ്ഷൻ വർക്കിംഗ് ഈസ് ഗിവൺ ഓവർ ഹിയർ. സോ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഫാക്ടോറിയൽ ഓഫ് 1 കോൾ ചെയ്യുമ്പോഴത്തേക്കും 1 റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അഗെയിൻ ഫാക്ടോറിയൽ ഓഫ് 0 കോൾ ചെയ്യത്തില്ല. This is wrong. Already I conveyed that message in the previous explanation. So this particular thing will happen in backward direction. Backtrace ചെയ്തു പോവുക ചെയ്യുന്നത്. Okay. The value will be returned in the backtrace direction. And finally we will get the factorial as 120 here. Okay. തിരിച്ച് 120 നമുക്ക് final answer കിട്ടും. Okay. So this is how factorial of a number will work using recursion already explained. You can refer that portion. With this we will wind up. Thank you everyone.